നോക്കിയപ്പോ 10 പാന്റ് വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ഇവളെന്ന് പറഞ്ഞാൽ പഠിക്കൂല ടീച്ചർ. ഒരമ്പലത്തിലെ പൂച്ചി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പൊ ഇന്ന് എന്റെ വീഡിയോയില് അനാമു ഉണ്ട്. അനാമുവിനെ എന്റെ ബാംഗ്ലൂർ വ്ളോഗില് കണ്ടു കാണും. അപ്പൊ അനാമു ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് പറയുമ്പോ ചിരി വരുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. അതായത് അനാമൂൻ എന്നെയാണോ എനിക്ക് അനാമൂനെയാണോ നന്നായിട്ട് അറിയാന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം, പക്ഷെ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതായത് അനാമൂന്റെ ഫേവറേറ്റ് കളർ ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അനാമൂൻ 8th വെച്ചുണ്ടായ എന്തെങ്കിലും ഒരു വിഷമം ഇൻസിഡന്റ് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ സിമ്പിൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും അനാമു 1st സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ 10th ഒരു സ്കൂളിലും പിന്നെ +1 +2 നമ്മൾ സ്കൂൾ മാറിയപ്പോഴും നമ്മൾ ഒരുമിച്ചായിരുന്നു. അതിൽ 7th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് ക്ലാസ്സിലുള്ള 2 പേര്. സ്കൂൾ യൂണിഫോം അതൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്നു. അപ്പൊ ഇവള് ബാക്ക് ബെഞ്ചർ ഗ്യാങ്ങും ഞാൻ പഠിപ്പി ഗ്യാങ്ങും അല്ല. ഭയങ്കരം തന്നെ. ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. കാരണം മഞ്ജിമയ്ക്ക് ആ സമയത്ത് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മളിത് മൈൻഡ് പോലും ആക്കത്തില്ല. 7th സ്റ്റാൻഡേർഡ് വരെ മഞ്ജിമ എന്നെ മൈൻഡ് ആക്കിയിട്ടേ ഇല്ല. കാരണം ഇവളെന്ന് പറഞ്ഞാൽ പഠിക്കൂല. ടീച്ചർമാരെ എപ്പോഴും അടിയൊക്കെ, അതായത് വഴക്കൊക്കെ വാങ്ങിച്ച് എഴുതി ബാക്കിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ടീച്ചറിന്റെ പെറ്റ്. സത്യം, കണ്ണില് ഉണ്ണി അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം 10th വെച്ച് ടീച്ചർമാർക്ക് പിള്ളേരെ ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അവരുടെ ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ക്ലാസ് ടീച്ചർ എന്നെ ചോദിച്ച് വാങ്ങി മിസ്സിന്റെ ക്ലാസ്സിലോട്ട്. ഞാൻ സ്വന്തമായിട്ട് പൊക്കുന്നതിലിരുന്ന്. സീരിയസ് ആയിട്ടും അത്ര നല്ല കുട്ടിയാണ്. പിന്നെ 8th നമ്മള് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രണ്ട്സ് ആയി 8th തൊട്ട്. പിന്നെ +1 +2 നമ്മള് ഒരുമിച്ചായിരുന്നു. പിന്നെ കോളേജ് വെച്ച് മാറി. കോളേജ് വെച്ച് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ഒക്കെ വന്നു. അത് പിന്നെ നമ്മള് പെട്ടെന്ന് ഇവളെ കല്യാണമൊക്കെ ആയപ്പോ തന്നെ നമ്മള് വീണ്ടും ബാക്ക് ടു ഇതായി. അടിപൊളിയായി. അപ്പൊ നമുക്ക് ഗെയിം കളയാം. ഈ ഗെയിമിന് വേണ്ടി നമ്മൾ ഇരുന്നപ്പോഴാണ് നമുക്കൊന്നും അറിയില്ല, കുഞ്ഞു കാര്യങ്ങള്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് 5 questions അനാമും 5 questions ഞാനും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്ത ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആരാദ്യം തുടങ്ങുന്നുള്ള നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ ഇടാം. ഓക്കെ, ഞാൻ സ്റ്റോൺ എന്ന് മറന്നുപോയി. ഓക്കെ, അല്ല, ആദ്യം ആർക്ക് വീഴുന്നു അവരാണ് ആദ്യം ചെയ്യാനുള്ളത്. ആർക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടുന്നു. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഞാൻ കഥയും പറയാം. പോരട്ടെ, അല്ലെങ്കിൽ നീ തുടങ്ങും. അതെന്തോന്ന് പിന്നെ ഇപ്പൊ ഗെയിം കളിച്ച എന്തിനു? നീ തന്നെ സ്റ്റാർട്ട് ചെയ്. വാട്ട് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഓക്കെ, എഴുതണമല്ലോ അത് പറയും പോലെ. ഓക്കെ, നമ്മളത് എഴുതും, എന്നിട്ട് സെയിം ആണ്. അതെ. ഇപ്പൊ ആരാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 പേരും ആൻസർ എഴുതണം. ഇപ്പം അനാമോ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അനാമോ എഴുതണം, ഞാനും എഴുതണം. വാട്ട് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? ക്യാമറ കാണിക്ക്. അയ്യോ, അത് അറിയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് എഴുതിട്ട് ഞാൻ വായിക്കാം ഞാൻ എന്താണ് എഴുതിയെന്ന്. ഞാൻ കണ്ടു. എന്താണ് നിന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ? എന്താ? പല്ലി അല്ലേ? അല്ല, എന്താണ്? പല്ലിനെ യൂഷ്വലി ഞാൻ കൊല്ലാറാണ് പതിവ്. നിനക്ക് പിന്നെ എന്തോ പേടിയുള്ളത്? ഓ ഞാൻ മറന്നു. ഇവളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നിട്ട് ഇവള് എന്റെ അടുത്ത് പോലും പോയിട്ടില്ല. ഞാൻ മറന്നുപോയി. ഇപ്പൊ ഉള്ള വീട്ടില് റോഡ് വീലർ ഉണ്ട്. നീ കുറച്ചുകൂടെ സ്നേഹം കാണിക്കാറില്ലേ? ഇല്ല, ഇല്ല, അതൊന്ന് കുട്ടി പപ്പിയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വളർന്നു വരുന്നവരെ സ്നേഹം കാണിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചു പല്ലിയാണ്. അത് അമ്മയ്ക്കാണ് പല്ലിയെ പേടി. പല്ലിനെ ഞാൻ എപ്പോഴും കൊല്ലാറാണ് പതിവ്. കാരണം ബാത്റൂമിലൊക്കെ പോയിട്ട് ബാത്റൂമിന്റെ ഡോറിന്റെ സൈഡിലിരിക്കും. ഞാൻ ബാത്റൂം ഡോർ അടയ്ക്കുമ്പോഴത്തേക്ക് കിടുക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. അടുത്ത ദിവസം നോക്കുമ്പോ പല്ലി തറയിൽ കിടക്കും, ചത്ത് കിടക്കും. ഇങ്ങനെ ക്രൂരമായി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നിനക്കാണ് കിട്ടിയത്. ഓക്കെ, point 1. ഞാൻ എഴുതണോ നീ എഴുതണോ പോയിന്റ്? അടുത്ത് ഞാൻ തന്നെ ചോദിക്കണോ? അല്ലല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്റത്. ഹൂ വാസ് മൈ ഫസ്റ്റ് എവർ ക്രഷ്? അത് നിനക്ക് ഒബ്വിയസ്ലി അറിയായിരിക്കും. എന്റെ ഫസ്റ്റ് ക്രഷ് ആരെന്നാണ് അനാമോ എഴുതാൻ പോകുന്നത്. ഒരമ്പലത്തിലെ പൂച്ചി.
പാമ്പളത്തിലെ പോറ്റി അത് ഇപ്പൊ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ആ പുള്ളി. പക്ഷെ ഇപ്പൊ ഒരു 40 ഒക്കെ ആയി, പക്ഷെ ഹി സ്റ്റിൽ ലുക്സ് ദ സെയിം. ഇത് നമുക്ക് ആ ഒരു ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിലിം സ്റ്റാർ ഇപ്പൊ ഷാഹിദ് കപൂർ അപ്പോഴും ഇപ്പോഴും ഒരുപോലെയല്ല, അതുപോലെയാണ്. എത്ര നാള് തൊട്ട്? ഫിഫ്ത്ത് മുതൽ അന്നേ ഞാൻ പുള്ളിയെ അഡ്മയർ ചെയ്യുമായിരുന്നു. സ്കൂൾ വാനിലൊക്കെ വെച്ച് അല്ല, ഇവിടെ ഇങ്ങനെ കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ കാണാറുണ്ട്. പിന്നെ എഴുതാൻ പോലും സമ്മതിച്ചില്ല. പക്ഷെ ഈ സ്കോറും അനാമു കൊണ്ട്. അനാമുന് 2, ഞാൻ 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഞാനാണോ? ഹൂ സ്പെൻഡ്സ് മോർ മണി? അത് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എഴുതി. നീ എഴുത്. ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നീ എഴുതിക്കോ. ഹൂ സ്പെൻഡ്സ് മോർ മണി? നമ്മൾ രണ്ടുപേരും ആരാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്നത്? പണ്ടുള്ള കാര്യമാണ് ഇപ്പോഴുള്ള കാര്യമാണ്? ഇപ്പോഴത്തെ എപ്പോഴായാലും അപ്പോഴും ഇപ്പോഴും ഒരാൾ തന്നെയാണ്. ഓക്കെ, അനാമു. ഞാനാണോ? ഇപ്പോഴും നീ തന്നെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെലവാക്കാറില്ല. അത് നമ്മൾ ട്രിപ്പ് പോയപ്പോ തന്നെ ആദ്യത്തെ ദിവസം നോക്കിയപ്പോ 10 പാന്റ് വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ബാംഗ്ലൂര് പോയതിന്റെ അന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോ. ചിക്പേട്ടി പോയിട്ട് വല്ലതും കിട്ടിയോ? ഞാൻ നോക്കിയപ്പോ ഇത്ര കെട്ടിന് ഡ്രസ്സ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. 4 പാന്റ് നല്ല സുഖമുള്ളതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പൊ ഇതിൽ ആർക്ക് പോയിന്റ്? എനിക്കല്ലേ? ഞാനല്ലേ കറക്റ്റ് പറഞ്ഞത്? ഓ, അപ്പൊ പോയിന്റ് ഇല്ല. ലൈക്ക് ഒരാൾ കറക്റ്റ് പറഞ്ഞില്ലേലാണ് ചോദിക്കുന്ന ആൾക്ക് പോയിന്റ് കിട്ടുന്നതല്ലേ? 0 ആയി. അപ്പൊ ഇത് ടാലിയായി. അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. വാട്ട് ഈസ് മൈ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ? എന്റെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ എവിടെ? ഇത് ഇവർക്ക് ഉറപ്പായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുട്ടി കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ട്. എബ്രോഡ് ആണ്. ഞാൻ പറയട്ടോ? പറയൂ. ഞാൻ സ്വിറ്റ്സർലാൻഡാണ് എഴുതി. നെതർലൻഡ് ആണ്. ഒരു ലാൻഡ് ഉണ്ടായിരുന്നു. ഇല്ല, പക്ഷെ പോയി. എനിക്ക് ഒരു പോയിന്റ് എഴുതിക്കോ. നെതർലൻഡിലെ ഒരു ഗാർഡൻ ഉണ്ട്, ക്വിക്ക് ആൻഡ് ഹോഫ് എന്ന് പറഞ്ഞാൽ. അതാണ് എന്റെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ. ഇത് ആദ്യമായിട്ടാണല്ലേ കേൾക്കുന്നത്? ഞാൻ ഇത്രയും വർഷം ആദ്യം ഞാൻ ആലോചിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ? ഞാൻ സത്യം അത് ആലോചിച്ചു, പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത്. ക്വിക്ക് ആൻഡ് ഹോഫ് ആണ് എന്റെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ളത്. വിച്ച് ഫുഡ് ഐ ഡോണ്ട് ലൈക്ക്? വിച്ച് ഫുഡ് യു ഡോണ്ട് ലൈക്ക്? ഇഷ്ടമല്ലാത്ത ഫുഡ്. ഞാൻ ഇതൊരു സ്നാക്ക് ആയിട്ടാണ്. എനിക്കറിയാം. ഇതിന് പിന്നാലെ ഒരു കഥ പറഞ്ഞുതരാം ഗൈസ്. അനാമുന് ഇഷ്ടമല്ലാത്ത ഫുഡ് ഞാൻ പറയട്ടെ? പഴംപൊരി. പഴംപൊരിയാണ്. പഴം വെച്ചിട്ടുള്ള പഴത്തിന്റെ മണം പോലും അനാമുന് ഇഷ്ടമല്ല. പഴംപൊരി അനാമുന് ഒട്ടും ഇഷ്ടമല്ല. നമ്മള് 12th പഠിക്കുമ്പോ +1 പഠിക്കുമ്പോ ഞാനും അനാമും കൂടെ ഒരു അടി ഉണ്ടായി. അതെന്തോന്നായിരുന്നു, അനാമുനെ വിളിക്കാതെ എന്തോ ഞാൻ ബസ്സിൽ കയറിപ്പോയി. എനിക്ക് ആ സമയത്ത് ബസ്സിൽ പോകാൻ അറിയത്തില്ല. എനിക്ക് 2 ബസ് കയറി പോണം. നമ്മളെപ്പോഴും 2 ബസ്സിൽ കയറിക്കൊണ്ടിരുന്നു. പക്ഷെ നിനക്ക് അന്ന് ആ സമയത്ത് നേരത്തെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ വിളിക്കാതെ ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് ഇവിടെ ഓടി. ഞാൻ ചെന്ന് നോക്കിയപ്പോ അങ്ങനത്തെ ആളെ അവിടെ ഇല്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കരഞ്ഞു. ഞാൻ ബഹളം വെച്ച് ഞാൻ പിന്നെ ഇവിടെ നാളെ തന്നെ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മിണ്ടാനായിട്ട് അതും അവർക്ക് ഇഷ്ടമല്ലാത്ത പഴംപൊരി വാങ്ങിച്ചിട്ടാണ് ഞാൻ കോംപ്രമൈസിങ് ചെയ്യുന്നത്. വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാന്ന് പറഞ്ഞ് കാണിച്ചത്. ഞാൻ പഴംപൊരി എന്നിട്ട് അത് ഞാൻ തന്നെ കഴിച്ചു. ഇവളും അഭിമോനും കൂടി ഞാനും കൂടെ കഴിച്ചു. അതും ടാലിയായില്ലേ? ലൈക്ക് പറയാത്തതിനല്ലേ നമ്മൾ മാർക്ക് ഇടുന്നത്. ഓക്കെ, അടുത്ത എന്റെ 3rd ക്വസ്റ്റ്യൻ. എനിക്കിപ്പോ 1 പോയിന്റ്, നിനക്ക് 2 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നീയാണ് ചോദിക്കേണ്ടത്. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെസ് റൈറ്റ് നൗ? എന്നെ ഇപ്പൊ ഏറ്റവും സ്ട്രെസ് ചെയ്യിക്കുന്ന കാര്യം എന്താണ്? നമ്മളിത് സംസാരിച്ചോണ്ട് ഞാൻ പറയാം. ഇപ്പൊ സ്ട്രെസ് ചെയ്യിക്കുന്നത് ജോലി. കറക്റ്റ്, ജോബാണ് എന്നെ ഏറ്റവും സ്ട്രെസ് ചെയ്യുന്നത്. മാർക്കുണ്ടോ? ഇല്ല, കാരണം നീ കറക്റ്റ് പറഞ്ഞു. പറഞ്ഞില്ലേലായിരുന്നു എനിക്ക് പോയിന്റ് കിട്ടുമായിരുന്നു. ജോബാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്ട്രെസ് ഗൈസ്. ഓക്കെ, വി ആർ മൂവിങ് ടു അവർ 4th ക്വസ്റ്റ്യൻ. അനാമു ആണ് 4th ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻസ് വെച്ചേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. വാട്ട് മേക്സ് മീ ആംഗ്രി ദ ഫാസ്റ്റസ്റ്റ്? അറിഞ്ഞൂടാ. അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അതൊക്കെ ഏത് ഏറ്റവും ആംഗ്രി ആക്കുന്നത് എന്താണല്ലേ? തിരിഞ്ഞു പോലെ നോക്കണ്ട. അറിഞ്ഞൂടെ? ആലോചിക്കുന്നുണ്ടല്ലേ? അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒരെണ്ണം എഴുതി. നീ പറ ആൻസർ. വിശപ്പാണ്. ഞാൻ വൃത്തി ഇല്ലാത്തതാണ് നിന്നെ. അയ്യോ, അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. വൃത്തിയില്ലായ്മ അനാമുനെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്യും. അയ്യോ, അത് ഞാൻ അതിനെ പറ്റി അത് എന്റെ യൂസ്ഡ് ആയി ഞാൻ അതുമായിട്ട്. അതുകൊണ്ട് ഞാൻ
അപ്പൊ 4 പോയിന്റ്സ് ആയി, 3 പോയിന്റ്സ് ആയല്ലേ നിനക്ക്? ഇല്ല, ഇത് ഞാൻ ചെയ്യാം. ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ ടാലി ആയി ഗൈസ്. ഇത് അക്സെപ്റ്റ് ചെയ്യാം. അടുത്ത ഞാൻ ചോദിക്കട്ടെ. ഓക്കെ. വാട്ട് വാസ് മൈ പെർസെന്റേജ് അറ്റ് 12th സ്റ്റാൻഡേർഡ്? 12th സ്റ്റാൻഡേർഡിൽ എനിക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 73. അല്ല 83. അത്രയും കോൺഫിഡൻസ് മതി. 83. 83 അല്ല, 82.5 ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പോയി പോയി പോയി. സത്യസന്ധത. ഓക്കെ, ഞാൻ 83 പറഞ്ഞു. 82.5. അപ്പൊ എന്റേത് പറ. നിനക്ക് 85. എനിക്കറിയാം, അപ്പൊ നിനക്കില്ല കേട്ടാ. ഓക്കെ, അതും പോയി. അപ്പൊ നിനക്ക് 3, എനിക്ക് 2. അല്ല, എനിക്ക് 2, നിനക്ക് 2. ഇപ്പൊ ടാലിയായി. ഞാൻ ഉത്തരം പറഞ്ഞില്ല നീ ചോദിച്ചതിന്. ടാലിയായി, നമ്മള് 2-2 ആയി ഗൈസ്. നമ്മളിപ്പോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഗെയിമിന്റെ ലാസ്റ്റ്. എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഈസ് ദ മോസ്റ്റ് എംബാരസിംഗ് മൊമെന്റ് യു റിമെമ്പർ? അത് എഴുതണ്ട ഗൈസ്, ഞാൻ പറയാം ലാസ്റ്റ്. എഴുതണം. അത് എഴുതൊന്നുമില്ല, അത് പറയാനാണ് ഉള്ളത്. അത് എന്റെ ലൈഫിൽ ആദ്യത്തെ അവസാനത്തെ മൊമെന്റ് ആണ് അത് ഞാൻ കാരണമാണ് ആ ഒരു എംബാരസിങ്. ഇത്രയും കെട്ടൊരവസ്ഥ എന്റെ ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ആ ഇൻസിഡന്റിലോട്ട് പോവാൻ. ഞാൻ എന്തെന്ന് പറഞ്ഞുതരാം. എനിക്ക് പണ്ട് 12th പഠിക്കുമ്പോൾ എനിക്കൊരു ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ എനിക്ക് 5 മണിക്ക് അവിടെ എത്തണം. എന്റെ സ്കൂൾ വിടുന്നത് 4:30. അപ്പോൾ എനിക്ക് 2 ബസ് പിടിച്ചു വേണം പോകാനായിട്ട്. അപ്പൊ അങ്ങനെ ട്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും അനാമുമാണ് ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് ബസ് കിട്ടണം. ബസ് കിട്ടാൻ വേണ്ടി ഞാൻ അനാമുവിനെയും വലിച്ചെടുത്തോണ്ട് ഓടി. ഓടുന്നത് എങ്ങനെ? ആ സ്കൂളിൽ നിന്ന് എല്ലാ പിള്ളേരും പടയോടെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഓടുന്നത്. നടുക്ക് വെച്ച് അനാമു ഇവളുടെ കാല് തട്ടി ഞാൻ വീണു. ഓ ഗോഡ്. എന്നിട്ട് പിറ്റേന്ന് എങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ചല്ലേ വന്നത്? അന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ ലൈക്ക് മനസ്സിൽ അന്ന് രാത്രി ഞാൻ വിൻഡോയിൽ മിററിൽ നോക്കി സംസാരിക്കുന്ന ഒരു കുഴപ്പമില്ല, എല്ലാരും വീഴുന്നതാണ്. ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആൾക്കാരില്ല. അതുപോലെ തന്നെ നീ ഒന്നും പേടിക്കണതിന് അടുത്ത ദിവസം പോയപ്പോഴത്തേക്കും പിള്ളേർ ചോദിച്ചാണെങ്കിൽ ഇന്നലെ വല്ല അതും വാനിന്ന് ചോദിച്ച്. വാനിന്നല്ലേ നമ്മുടെ അടുത്ത് കൊറിഡോർ ഇല്ലേ, അവിടുന്ന് പിള്ളേർ അവിടെ തൊട്ട് ചോദിച്ചു തുടങ്ങി എന്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്തെങ്കിലും പറ്റിയ ഇന്നലെ വീണത് ഓക്കെ ആണെന്നൊക്കെ. നമ്മുടെ ലൈഫിൽ എംബാരസിംഗ് ഉണ്ടെങ്കിൽ എനിക്കതറിയാം. ഇതാണ്. അപ്പോ നമ്മള് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാൻ പോവാണ്. ഓക്കെ, ഇത് അനാമുവിന് അറിയായിരിക്കൂല, കാരണം ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അറിയില്ലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ കംഫർട്ട് ഫുഡ്? എന്റെ കംഫർട്ട് ഫുഡ് ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, കേട്ടിട്ടേ ഇല്ല. സാമ്പാർ അല്ല, സാമ്പാർ അല്ലേ, ദോശ. അയ്യോ ശരിയാണ്. അയ്യോ, പുതിയ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും. ദോശയാണ് എന്റെ കംഫർട്ട് ഫുഡ്. അപ്പൊ നമ്മുടെ പോയിന്റ്സ് എത്രയാണ്? 3-2. ലാസ്റ്റ് ഞാൻ ജയിച്ചെടുക്കുക. ഫുഡിന്റെ കാര്യം ദോശ എന്നുള്ളത് ഞാൻ മറന്നു. ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത് മടുക്കും. എനിക്ക് ഒരിക്കലും മടുക്കാതെ എനിക്കിപ്പോ കംഫർട്ട് എന്ന് പറഞ്ഞാല് ദോശയാണ്. അങ്ങനെ അത് പോയി. ഓക്കെ ഗൈസ്, അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോ ഇങ്ങനെ സിമ്പിൾ ഫേവറേറ്റ് ഫുഡ്. എന്റെ ഫേവറേറ്റ് കളറാണ് ഔട്ട് ഓഫ് സിലബസ്. എനിക്കൊന്ന് ബ്ലാക്ക് ആയിരിക്കും, ബ്ലൂ ആയിരിക്കും. ബ്ലൂ അത് എപ്പോഴും പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ബ്ലൂ ആണ് എന്റെ ഫേവറേറ്റ് കളർ. നിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ അല്ലേ? ബ്ലൂ അല്ലേ? പണ്ട് നിനക്ക് മിക്കി മൗസിന്റെ ബ്ലൂ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് +2 ഗൈസ്, +2 മിക്കി മൗസിന്റെ ബാഗ്. എന്റെ പൗച്ച് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും കോളേജ് കൊണ്ടുപോയത് മിക്കി മൗസിന്റെ പൗച്ചാണ്, വ്യക്തത. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ്. റീലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ അറിയണം അതിനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ തീരെ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ അറിഞ്ഞൂടാ, ഏതാന്ന് പോലെ അറിഞ്ഞൂടാ, വലിയ വലിയ കാര്യങ്ങൾ അറിയാം. അതെ ഗൈസ്, അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഫണ്ണായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ല ഫണ്ണായിരുന്നു, കാണുന്നവർക്ക് ഫണ്ണുണ്ടായിരുന്നു അറിഞ്ഞൂടാ. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ.